നിലവിലെ ശമ്പളം കൂടാതെ മാസം 2.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ സമ്പാദിക്കുന്ന ഒരു മിടുക്കൻ നമ്മുടെ മലയാളി പയ്യന്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. പക്ഷെ അവന്റെ റിക്വസ്റ്റ് പ്രകാരമാണ്, അവന്റെ ഫേസോ അല്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ നാട്ടിലെവിടാന്നോ ഒന്നും വ്യക്തി പറയത്തില്ല. അവൻ ഇവിടെ കുറച്ചാൾ ജോലി ചെയ്തിട്ട് മേടിച്ചൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയായത്. അതായത് പെട്ടിയോട്ടല്ല, ഇതൊരു പഴയ സ്കൂട്ടറിന്റെ പുറകെ മോഡിഫൈ ചെയ്തൊരു പെട്ടിയാണ്. സ്കൂട്ടറായത് ശരിക്കും പെട്ടി പോലെ മോഡിഫൈ ചെയ്തിരിക്കുക. അപ്പോൾ അവൻ ഇവിടെ എന്തോ ഒരു ചാർട്ടർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവന് വൈകിട്ട് 4 മണി വരെ ഡ്യൂട്ടി ഉള്ളത്. കഴിയുമ്പോൾ അവന് പിറ്റേ ദിവസം രാവിലെ പോയാൽ മതി. ഇപ്പോൾ സമയമുണ്ട് ചേട്ടാ, അപ്പോൾ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലെ എല്ലാ റൂമുകളും ഞാനൊരു കാർഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. വൈകിട്ട്, അതായത് രാത്രി 9 മണി കഴിഞ്ഞ് ഒരു 11 മണി വരെ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ അത്യാവശ്യം വല്ല വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയി മേടിച്ച് നിങ്ങൾക്ക് കൂടെ തരാം, എനിക്ക് എന്തെങ്കിലും കമ്മീഷനായിട്ട് തന്നാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്നാ കിട്ടുമെന്ന് ചോദിച്ചു. പറഞ്ഞു ചേട്ടാ, ഒരു വീട്ടുകാർ ഇവിടുത്തെ പൈസ നോക്കി ഒന്നുമില്ല, പക്ഷേ ഇവിടുത്തെ നമുക്ക് ടിപ്പ് തരുന്ന നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഒരു 100-120 രൂപയോളം എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഏകദേശം എത്ര വീട്ടുകാരെ ഒരു ദിവസം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഒരു 70 അല്ലെങ്കിൽ 90 വീട്ടുകാർ വരെ ഡെയിലി എന്തെങ്കിലും മേടിപ്പിക്കുമെന്ന് പറഞ്ഞു. വേണ്ട, 70 വെച്ച് കൂട്ടിക്കോ. 70 × 100 എത്ര? 7000 രൂപ. അപ്പോൾ 30 ദിവസം ആകുമ്പം 7×3 = 2,10,000 രൂപ. അത് കുറഞ്ഞ റേറ്റ് വെച്ച്. കൂടിയ റേറ്റ് ആണ് അവൻ എത്ര ലക്ഷം രൂപ ഉണ്ടാക്കും? 2.5 ലക്ഷം രൂപ. അപ്പം അവൻ ആകെപ്പാടെ ജോലി, അവനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടാണ് കാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പം അവൻ താമസിക്കുന്ന ഈ ഫ്ലാറ്റാണ് കാണുന്നത്. ഏകദേശം 470 റൂമുകളുണ്ടെന്ന് പറഞ്ഞു അവിടെ. പുറകോട്ടും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഫ്രണ്ടിൽ നോക്കി അത്ര അറിയത്തില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പം വന്നാൽ. അപ്പം ആ പയ്യൻ്റെ കഴിവ് നോക്കി. അവനൊരു എന്നാ പറയുന്നത്, അവൻ്റെ സമയം കഴിഞ്ഞ് അവൻ്റെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് അവൻ എന്നാ പറയുക, വേറെ എന്തെങ്കിലും വേറെ ഉള്ളവർ വേണമെങ്കിൽ കറങ്ങാനോ പിടിക്കാനോ കൈ ശമ്പളം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി നോക്കാനുള്ള സമയത്ത് അവൻ വേറൊരു വരുമാന മാർഗ്ഗം കൊണ്ട് അവൻ എടുക്കണം. അപ്പം നമുക്കത് കണ്ട് അവനോട് സംസാരിച്ചപ്പോൾ ഒരു സന്തോഷം കൊണ്ടിട്ട വീഡിയോ കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, അപ്പം നോക്കി നല്ലൊരു ജോലിയുള്ളവനാ. അത് കൂടാതെ അവന് ഈ ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ അവന് ഈ എല്ലാ വീട്ടുകാർക്കും മേടിക്കുന്ന കാരണം അവന് ആ കടയിൽ നിന്ന് സാധനങ്ങൾ ഫ്രീ ആണെന്ന് പറഞ്ഞു. കാരണം ഡെയിലി ഇത്ര സാധനം മേടിക്കുന്നതല്ലേ. അപ്പം എനിക്ക് ആ പയ്യനെ കുറിച്ച് ഒത്തിരി അഭിമാനം തോന്നി. നമുക്കും ഇങ്ങനെയൊക്കെ തോന്നണം. എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.